സാരികയും അങ്ങനെ ലെസ്ബിയൻ ആണോ? എന്താണ് ഇവിടെ നടക്കുന്നത്? ബിഗ് ബോസിൻ്റെ ഒരു വെടിച്ചില് എപ്പിസോഡ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന നിൽപ്പാണ് ഞാൻ. അതേ സമയത്ത് ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും പിന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് കുറേ ഡൗട്ടുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാരിക വന്നിട്ട് അതിലൂടെ 100 അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾക്ക് എന്നോട് ചെറിയ ഇഷ്ടമുള്ള പോലെയൊക്കെ ഉണ്ട്. പുള്ളിക്കാരെ അഗ് ചെയ്യുന്നതൊക്കെ എനിക്ക് വേറെ എന്തോ ഒരു മീൻസ് നോർമൽ അഗ് പോലെ തോന്നുന്നില്ല. പുള്ളിക്കാർക്ക് എന്നോട് ഇഷ്ടമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല എൻ്റെ കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ കുറേ ഗേൾസ് എന്നോട് ഒന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ഞാൻ റിജക്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അനുമോൾക്കും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറഞ്ഞ് സാരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്ത് ചെയ്തു, നേരെ പോയി അനുമോളോട് ചോദിച്ചു, അനുമോള് നിനക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? സാരിക ചേച്ചി അങ്ങനെ എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു, നിനക്ക് അങ്ങനെ ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അനുമോള് പറഞ്ഞു എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ കെട്ടുവാണെങ്കിൽ ഒരു ആണ്ണ മാത്രമേ കെട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് അവിടെ കഴിഞ്ഞേ. പിന്നെയാണ് സാരിക അതുപോലെ തന്നെ അനുമോളും സംസാരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ച്. അപ്പോൾ അവരങ്ങനെ സംസാരിച്ച് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇത് സാരിക അറിയുമ്പോൾ എന്തോ പോലെ ചമ്മല്. എന്താ, ഞാനൊരു കാര്യം ഒരാളെ വിശ്വസിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരി ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നാണ് സാരികയുടെ വിഷമം. അപ്പോൾ സാരിക ഇതിങ്ങനെ ട്രിഗറായി മനസ്സിൽ നിൽക്കുകയാണ്. അത് മാത്രമല്ല സാരിക പൊതുവേ അതിൽ വലിയ പിടുത്തോ ഇഷ്ടമൊന്നും അല്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായപ്പോഴേക്കും മൊത്തത്തിൽ ഉൾട്ടിയായി. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് പൊട്ടിത്തെറിച്ച് ചൂടായത്. ലാസ്റ്റ് ഈ എനിക്ക് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ സാരിക ഈ വിഷയത്തിന് ചൂടാകാൻ പാടില്ലായിരുന്നു. ഈ ചൂടായതുകൊണ്ട് തന്നെ സാരികയ്ക്ക് വൺ രീതിയിലുള്ള നെഗറ്റീവ് ഇപ്പോൾ പുറത്ത് വരാൻ പോകുന്നത്. അതായത് സാരിക ഒരു ലെസ്ബിയൻ ആണെന്ന് വരെ എല്ലാവരും വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ആദ്യം പറഞ്ഞു വെച്ചേക്കണ ഇങ്ങനെയാണ്, ചിലപ്പോൾ ഇനി സാരികേച്ചിക്ക് അനുമോളോട് ഇഷ്ടമുണ്ടായിട്ട് പുള്ളിക്കാരി അനുമോളുടെ വായും കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണോ എന്നൊരു ഡയലോഗ് കിട്ടതിലൂടെ അങ്ങനെ സാരിക ഇപ്പോൾ ഒരു ലെസ്ബിയൻ ആയ കൂട്ടാണ് ഇപ്പോഴത്തെ എപ്പിസോഡ് കഴിഞ്ഞേക്കുന്നത്. എന്തായാലും വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു പ്രശ്നം തലയിൽ മേടിച്ചു വെക്കാൻ? വന്നു, അടിച്ചു പൊളിച്ചു, ആകെ 4 ദിവസം മുമ്പ് പോയിന്നില്ലാണ്ട് അടിയുണ്ടാക്കി, കുളമാക്കി, നശിപ്പിച്ച് ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനിയും മേടിച്ചു കൂട്ടാട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.